കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ഫെലിക്സ് നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, പോലീസിന് ഈ ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പാപ്പിനിശ്ശേരി പാറക്കൽ എന്ന സ്ഥലത്ത്. അപ്പോൾ ഇതാണ് അവർ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ട സ്ഥലം. അതായത് ഈ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ഒരു കിണറാണ്. ആ കിണറ്റിനുള്ളിൽ ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ നമുക്ക് ഈ കിണർ കണ്ടാൽ മനസ്സിലാകും, ആൾമറയുള്ള കിണറാണ്. ഈ ആൾമറയുള്ള കിണറ്റിനുള്ളിൽ ഒരു 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹം എങ്ങനെ കിട്ടും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ദുരൂഹത സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കിണറ്റിനുള്ളിൽ 11 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ട്. ഇതിപ്പോൾ തമിഴ് സ്വദേശികളായ തമിഴ്നാട്ടിൽ നിന്നെത്തിയവരാണ്. അവർ താമസിക്കുന്ന മുറി ഇതാണ്. ഈ ആദ്യം നമ്മൾ കാണുന്ന മുറിയിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ഈ മുറിയിൽ, അതായത് ഈ മരിച്ച 4 മാസം പ്രായമുള്ള പെൺകുട്ടിക്കൊപ്പം ബന്ധുക്കളും ഉണ്ടായിരുന്നു. ആ കുട്ടികൾ, അതായത് ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ്റെ, ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കൾ ഈ കുഞ്ഞിനൊപ്പം ഉറങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത്. ഏതായാലും അതിനുശേഷം അവർ പരിശോധന നടത്തി കാണാതായി കിട്ടാതിരുന്ന സമയത്താണ് പിന്നീട് ഈ കുട്ടിയെ ഇവിടെ വെച്ച്, അതായത് ഈ കിണറ്റിനുള്ളിൽ വെച്ച് കണ്ടെത്തുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ഏതായാലും പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ നമുക്ക് പോകണം. ചേട്ടാ, എന്താണ് ഇന്നലെ അറിയുന്നത്? നമ്മൾ 11 മണി കഴിഞ്ഞ് അറിയുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഈ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഇവർ പറഞ്ഞ് കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടി ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒച്ചയാക്കിയത്. അപ്പോൾ എനിക്ക് മൊത്തം പരിധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേലെ കോട്ടേഴ്സിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പരിധി ലാസ്റ്റ് കിണറിൽ കുട്ടീനെ കണ്ട് അവർ ഇറങ്ങിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസുകാർ വന്ന് പിന്നെ ഇവരെല്ലാം ചോദ്യം ചെയ്തിട്ട് അവരെ കൂട്ടിയിട്ട് പോവുക ചെയ്ത്. തമിഴ്നാട് സ്വദേശികൾ. ഈ താഴെ നിൽക്കുന്ന മരിച്ചെന്ന് പറഞ്ഞ കുട്ടിയുടെ അവരെല്ലാം തമിഴ്നാട് സ്വദേശികളാണ്. അവർ ഈ ആക്രിയെല്ലാം പൊറുക്കുന്ന ടീമാണ്. സംശയം എന്തെങ്കിലും ഉണ്ടോ ഇതിലിപ്പോ? ഇല്ല, നമുക്കിപ്പോ ഒന്നും സംശയമില്ല. പക്ഷെ അവർ പറയുന്നത്, ആ ചെറിയ കുട്ടി പറയുന്നത് വെച്ചാൽ ഞങ്ങളിവിടെ പുറത്തു പോകുമ്പോൾ കുട്ടി ഉണ്ടായിന്, വരുമ്പോ ആ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്രദ്ധാക്കിയെന്ന് പറഞ്ഞു. രാത്രി 11 മണി. പരിചയമുള്ളവരാണ്? അല്ല, ഇവിടെ എപ്പോ തന്നു, വേറെ നേരിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. സ്ഥിരമായിട്ട് കാണാം അവരെപ്പോ കാണാം. വേറെ നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അവരുണ്ട് തമിഴരായതുകൊണ്ട് അവർ രാവിലെ ആക്രി ഓർക്കാൻ പോകും, വൈകുന്നേരം അവർക്ക്. മരിച്ച കുട്ടിക്കൊപ്പം മറ്റു കുട്ടികളും ഉണ്ടായിരുന്നല്ലേ? വേറെ 2 ആളുണ്ട്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, വേറൊരു ചെറിയ കുട്ടിയുണ്ട്. ഇതിന് മുകളിൽ മൊത്തം ഇതര സംസ്ഥാനത്ത്? ഇതിൽ മൊത്തം ഇവര് മാത്രമേ തമിഴ്കാര്, ബാക്കിയെല്ലാം ബംഗാളികളാണ്. അതും ആ കോട്ടേഴ്സ് എല്ലാം ബംഗാളിയാണ്. അതാണ്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഏറ്റവും താഴത്തെ ഒരു റൂമിലാണ് ഈ തമിഴ്നാട് സ്വദേശികൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കുഞ്ഞിനെയാണ് മരിച്ചനിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും വിശദമായ അന്വേഷണം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊഴിയും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാണ്. കാരണം 4 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഈ കിണറ്റിനുള്ളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും മാതാപിതാക്കളോ മറ്റാരെങ്കിലും ഉണ്ടോ, അവിടുത്തെ താമസക്കാരോ മറ്റോ, ആ പ്രദേശത്തുള്ളവരോ മറ്റോ ഉണ്ടോ ഈ അന്യ സംസ്ഥാനത്തുള്ളവർ? അവർക്ക് വേറെയും ഈ മരണപ്പെട്ട കുഞ്ഞിന് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഈ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മരിച്ച ഈ കുഞ്ഞിന്റെ ഒപ്പം കുറച്ച് കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരുടെ മാതാപിതാക്കളൊക്കെ അവരെ അച്ഛൻ എന്ന് പറയുന്നവരെ ഒരുത്തന്നെ ഇവിടെ ഉണ്ടായിന്, അമ്മ എന്ന് പറയുന്നതും. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അവരെ മറ്റത്തെ കുട്ടികൾ അവരതല്ല, അവരെ ജ്യേഷ്ഠൻ്റെ ആണെന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശരിക്കുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ജ്യേഷ്ഠന്മാരൊന്നും ഇവിടെ ഇല്ല. അവരല്ല, ഇവർ മാത്രമേ ഇവിടെ ഇപ്പം താമസമുള്ളൂ. ബാക്കിയില്ലവര് തുരുത്തിക്കാന്ന്. അപ്പൊ ഇവര് വിളിച്ചിട്ട് ആ തുരുത്തിക്കില്ലവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു പോലീസ് വരുന്നതിന് മുമ്പേ. അവരിപ്പം തുരുത്തിക്കുണ്ട്. അവരൊന്നും കൊണ്ടുപോയില്ല. ഈ റൂമിലുള്ളവരെ മാത്രമേ പോലീസ് കൊണ്ടുപോയിട്ടുള്ളൂ. അച്ഛനും അമ്മേനും മറ്റേ കുട്ടീനും. 10 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒരു 10 വയസ്സ് ഉണ്ടാവില്ല മറ്റേ കുട്ടിക്ക്. ആ കുട്ടിയെ പറഞ്ഞ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നടന്ന സംഭവം. അതായത് ഇപ്പോൾ ഇവിടെ അങ്ങനെ
ബന്ധുക്കളൊന്നും അധികമല്ല. അതായത് ഈ മരിച്ച കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ മറ്റ് ചേട്ടൻ്റെ അനിയൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ചേട്ടനും അനിയനും ഒക്കെ മറ്റിടത്താണ് താമസിക്കുന്നത്. അവരൊക്കെ ഇവിടെ എത്തി. ഇവിടെ പോലീസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിട്ടുണ്ട്. വിശദമായ മൊഴിയെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കാരണം ആ സമയത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മക്കൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരം ദുരൂഹത ഉണ്ടെങ്കിൽ അവരെ വരേണ്ടതുണ്ട്